ഇന്ന് OTT വന്ന ഒരു വേറൊരു പടമാണ് അവിഹിതം. ഈ പടം ജിയോ ഹോട്ട്സ്റ്റാറിലാണ് പടം OTT റിലീസായിരിക്കുന്നത്. പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണേ. ഈ പടം ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ പടം എനിക്ക് പേഴ്സണലി വലിയതായിട്ട് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് റിലീസായ ഒരു പടമാണ് വള. ധ്യാൻ ശ്രീനിവാസനും ലുക്മാനും അഭിനയിച്ച ഒരു അടിപൊളി പടമാണ് വള. ഈ പടത്തിൽ ഇവരെ കൂടാതെ അബു സലീം, വിജയരാഘവൻ തുടങ്ങിയവരും പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ശാന്തി കൃഷ്ണയുണ്ട്. ഈ പടം സൈനാപ്ലയിലാണ് OTT റിലീസായിരിക്കുന്നത്. ഇന്നാണ് പടം റിലീസായിരിക്കുന്നത്. പടം മികച്ചൊരു അടിപൊളിയൊരു സിനിമയാണ് വള. പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് OTT വന്നൊരു സീരീസാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ഇതൊരു സീരീസാണ്. ഇത് C5-ലാണ് റിലീസായിരിക്കുന്നത്. എപ്പിസോഡ് 1 ആണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. ഒരു ഹൊറർ സീരീസാണ്. സീരീസ് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇതൊരു നല്ലൊരു ഹൊറർ സീരീസാണ്. ഇന്ന് OTT റിലീസായ ഒരു അടിപൊളി കിടുക്കാച്ചി സിനിമയാണ് പ്രദീപ് രംഗനാഥും മമിത ബൈജു അഭിനയിച്ച ഡൂഡ്. ഇതൊരു പ്രണയ ചിത്രമാണ്. ചിത്രം അടിപൊളി സിനിമ വെച്ചാൽ അടിപൊളി സിനിമയാണ്. ഇന്ന് നെറ്റ്ഫ്ലിക്സിലാണ് പടം OTT റിലീസായിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്നാ നിലവാരം. നെറ്റ്ഫ്ലിക്സ് എടുക്കുന്ന പടം അങ്ങനെ ചവറ് പടങ്ങളൊന്നും നെറ്റ്ഫ്ലിക്സ് എടുക്കാറില്ല. അടിപൊളി സിനിമ വെച്ചാൽ അടിപൊളി സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് OTT റിലീസായ ഒരു തെലുങ്ക് ചിത്രമാണ് തെലിസുകട. ഇതൊരു തെലുങ്ക് റൊമാൻസ് ചിത്രമാണ്. ഈ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലാണ്. ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് ഒരു തെലുങ്ക് റൊമാൻസ് ചിത്രമാണ്. യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. OTT റിലീസായ അടുത്തൊരു പടമാണ് ഇമ്പം. ലാലു അലക്സ്, ദീപക് പരമൂല്, മീര വാസുദേവ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു ചിത്രമാണ് ഇമ്പം. ഒക്ടോബർ 17, 2023 റിലീസായ ചിത്രം ഒക്ടോബർ 17 OTT റിലീസായിട്ടുണ്ട്. അതായത് 2 വർഷത്തിന് ശേഷമാണ് പടം OTTയിൽ വരുന്ന ഒരു റൊമാൻറ്റിക് ചിത്രമാണ് ഇമ്പം. ഈ പടത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ശ്രീജിത്താണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. സുഹൃത്തുക്കളെ, ഇന്ന് OTT റിലീസായ ഒരു സിനിമയാണ് തയ്യൽ മിഷൻ. ഗായത്രി സുരേഷ് നായികയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് തയ്യൽ മിഷൻ. ഗായത്രി സുരേഷാണ് ഈ പടത്തിലെ മെയിൻ ക്യാരക്ടർ. ഒരു യക്ഷിപ്പടമാണ് ഈ പടം. ഗായത്രി സുരേഷ് യക്ഷിയായിട്ട് അഭിനയിക്കുന്നൊരു സിനിമയാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് CS വിനായകനാണ്. പടം OTTയിൽ ഇന്ന് അവൈലബിൾ ആണ്. അടിപൊളി ഒരു യക്ഷിപ്പടമാണ്. പക്ഷേ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ വെച്ചാൽ ഈ പടത്തിൻ്റെ ഒരു പേരാണ്. ഇതൊരു B ഗ്രേഡ് പടത്തിൻ്റെ ഒരു പേര് പോലെയാണ് എനിക്ക് തോന്നിയത്, തയ്യൽ മിഷൻ. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ പേടിച്ചോ ഇല്ലെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. OTT കണ്ടുകൊണ്ടാണോ എന്നറിയത്തില്ല. പിന്നെ ഇന്ന് OTT റിലീസായ അടുത്തൊരു ചിത്രമാണ് ബാഡ് ഗേൾ. ഇതൊരു തമിഴ് ചിത്രമാണ്. അഞ്ജലി ശിവരാമൻ്റെ ചിത്രമാണ്. പിന്നെ വെട്രിമാരനാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. ഒരു തമിഴ് ചിത്രമാണ് ബാഡ് ഗേൾ. ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണ് ബാഡ് ഗേൾ. ഇപ്പോൾ സിനിമ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതും എനിക്കൊരു പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് പേടിക്കാൻ ഇഷ്ടമാണോ? പേടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒരു കിടുക്കാച്ച് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഫോൺ 2 എന്നാണ് പടത്തിൻ്റെ പേര്. ഇതൊരു ഇംഗ്ലീഷ് ഹൊറർ സിനിമയാണ്. 154 മിനിറ്റാണ് പടത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. 1 മണിക്കൂർ 54 മിനിറ്റ്. നെറ്റ്ഫ്ലിക്സിലാണ് പടം റിലീസായിരിക്കുന്നത്. നിങ്ങൾക്ക് പേടിക്കാൻ താല്പര്യമുണ്ടോ? ഈ പടം ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. അടുത്തായിട്ട് പറയുന്ന ഒരു കിടുക്കാച്ചി റൊമാൻറ്റിക് മൂവിയെക്കുറിച്ചാണ് ഉസിറെ. നവീൻ D. ഗോപാൽ സംവിധാനം ചെയ്ത സിനിമയാണ് ഉസിറെ. ഓഗസ്റ്റ് 1 സിനിമ തിയേറ്ററിൽ റിലീസായത്. ഇത് TJ അരുണാസലാമും ജനനി ഗുണശീലനുമാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രം ഒക്ടോബർ 31 ആഹ OTT പ്ലാറ്റ്ഫോമിൽ റിലീസായിട്ടുണ്ട്. പടം അടിപൊളി റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ്. ഒരു ചെറിയൊരു നൈസ് പടം. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ആകാംക്ഷയുടെ കാത്തിരുന്ന സിനിമയാണ് DSAയുടെ OTT തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത 3ാമത്തെ സിനിമയാണ് DSA. പ്രണവാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 31 പടം റിലീസായത്. 113 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. ചിത്രത്തിൻ്റെ റിലീസിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ഡിസംബർ 25, അതായത് ക്രിസ്മസിൻ്റെ അന്ന് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത്. പടം ഇപ്പോഴും വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത OTT റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്ന പടമാണ് വേല. ഒരു ആക്ഷൻ മൂവി പടമാണ്. പോലീസ് സിനിമയാണ്. വേലയിൽ മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷൈൻ നിഗം, സണ്ണി വെയിന്, അതിഥി ബാലൻ എന്നിവരെയാണ്. 2023 നവംബർ 10 റിലീസ് ചെയ്ത പടം ഈ 2 വർഷമായിട്ട് റിലീസായിട്ടില്ല OTTയിൽ. ഈ മാസം
പകുതിയോടെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മനോരമ മാക്സിനാണ് പടം റിലീസ് ചെയ്യുന്നത്. 148 മിനിറ്റാണ് പടത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. നല്ലൊരു പോലീസ് ആക്ഷൻ സിനിമയാണ്. അടുത്ത OTT റിലീസിന് വരാൻ വേണ്ടിയിരിക്കുന്ന പടമാണ് ഗെറ്റ് സെറ്റ് ബേബി സംവിധാനം ചെയ്തിരിക്കുന്ന വിനയ് ഗോവിന്ദാണ്. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ, നിഖില വിമൽ, ശ്യാം മോഹൻ, ജോണി ആൻ്റണി, ചെമ്പൻ വിനോദ് എന്നിവരാണ്. മനോരമ മാക്സിൽ ചിത്രം നവംബർ പകുതിയോടെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം നല്ലൊരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.